ഹായ് നമസ്കാരം, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കോഴി കൂവിയതൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇവന്മാർക്കുള്ള തീറ്റ കൊടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ കോഴിക്കുള്ള തീറ്റയും വെള്ളവുമൊക്കെ കൊടുത്തു. അപ്പോൾ ഇവന്മാർക്കൊരു ചിന്തയുണ്ട്, ഞങ്ങൾക്ക് ഈ തീറ്റയും വെള്ളമൊക്കെ തരുമ്പോൾ ഞങ്ങൾ എന്താണ് കൊടുക്കേണ്ടത്? നല്ല മുട്ട ഇട്ട് കൊടുക്കണം. അങ്ങനെ മുട്ടയും അവരിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതായത് കപ്പ ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് കപ്പ ചിപ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 ഈന്തപ്പഴം. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി മുറിച്ചിട്ട് അല്പം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളിയാണ്. അതും വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് അല്പം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചേക്കണേ കേട്ടോ. എന്നിട്ട് ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഈ കുതിർത്ത ഈന്തപ്പഴവും പിന്നെ വാളംപുളിയുടെ ഗ്രേവി ഉണ്ടല്ലോ, അതും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇവിടെ ഈ രണ്ടും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അടച്ചുറപ്പുള്ള ഒരു പാത്രമാണ്. ഞാനിവിടെ കാസറോളാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ പാക്കറ്റ് പൊട്ടിച്ച് കപ്പ ചിപ്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരച്ച് വെച്ച കൂട്ടും അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ഇട്ട്, പിന്നെ അതിനുശേഷം അല്പം കായപ്പൊടി കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുലുക്കിയെടുക്കാം. അങ്ങനെ കുലുക്കിയതിന് ശേഷമുള്ള കപ്പ ചിപ്സാണ് കേട്ടോ ഇത്. എല്ലാം നല്ലതുപോലെ ഇതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാ അതായത് ഈന്തപ്പഴവും എല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളി, സൂപ്പർ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.